ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്, വെന്തുരുകുകയാണ് ജനങ്ങളും ജീവജാലങ്ങളുമെല്ലാം. സാധാരണ കേരളത്തിൽ ഒരു 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട് എത്താറുള്ള പ്രദേശങ്ങൾ വളരെ അപൂർവമാണ്. പ്രധാനമായി പാലക്കാട്, അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ പുനലൂര് പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഒരു 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട് വരാറുള്ളത്. എന്നാൽ ഇപ്പോൾ മൊത്തത്തിൽ അങ്ങനെയുള്ളൊരവസ്ഥയാണ്. മിക്കവാറും ജില്ലകളിലെല്ലാം ഒരു 10-12 ജില്ലകളിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട് എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. സൂര്യാഘാതത്താൽ മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉഷ്ണതരംഗത്തിലേക്ക് അഥവാ ഒരു ഹീറ്റ് വേവിലേക്ക് കേരളം മാറി എന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലാണ് സാധാരണ ഉഷ്ണതരംഗങ്ങൾ രേഖപ്പെടുത്താറുള്ളത്. എന്നാൽ ആദ്യമായി കേരളത്തിൽ ഉഷ്ണതരംഗം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. മൂന്നാറിലാണ് പൊതുവെ തണുപ്പുണ്ടാകാറുള്ളത്. എന്നാൽ അവിടെ പോലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5 ഡിഗ്രി സെൽഷ്യസിലധികം ചൂട് കൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ ആയുസ്സിനിടയ്ക്ക് ഇത്രയും വലിയൊരു ചൂട് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പ്രായമുള്ള ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനർത്ഥം മുൻകാലത്തിൽ നിന്ന് വ്യത്യസ്തമായ ചൂട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നാം അടിയന്തര പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതും സുചിന്തിതമായി ചിന്തിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, സൂര്യൻ നേരിട്ട് പതിക്കുന്ന 12 മണിക്കും അതുപോലെ തന്നെ ഒരു 3 മണി 3:30ക്കും ഇടയിലുള്ള സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക എന്നതാണ്. കഠിനമായ ജോലി ചെയ്യുന്നവൻ ആ സമയത്ത് ജോലിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. അതുപോലെ തന്നെ ദാഹമില്ലെങ്കിലും യഥേഷ്ടം വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. ഒരുപക്ഷെ നമുക്ക് ദാഹിച്ചു എന്ന് വരില്ല, എന്നാലും ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ്. യാത്ര പോകുന്ന ആളുകളാണ് എങ്കിൽ വെള്ളം കൂടെ കരുതുക എന്നത് വളരെ പ്രധാനമാണ്. ചായ, കാപ്പി, അതേപോലെ തന്നെ കാർബോണേറ്റ് പാനീയങ്ങൾ, ഇത് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ നിർജ്ജലീകരണത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ അളവ് പരമാവധി കുറക്കാൻ നമ്മൾ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉയർന്ന കൊഴുപ്പുള്ളതും പഴകിയതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട ആളുകൾ അറിയിക്കുന്നുണ്ട്. പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ തൊപ്പി, കുട അതുപോലെയുള്ള സംഗതികളൊക്കെ ഉപയോഗിച്ച് പരമാവധി നേരിട്ട് ദേഹത്ത് വെയില് തട്ടാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്നതാണ്. കുട്ടികളെ അടച്ചു വെച്ച കാറിനുള്ളിലാക്കി പോകാതിരിക്കാൻ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ യാത്ര പോകുമ്പോൾ കുട്ടികളെയൊക്കെ കാറിനുള്ളിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയി കുറച്ച് സമയം വൈകിയാൽ ആ കുട്ടികൾക്ക് വലിയ പ്രയാസങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുമെന്ന് നാം തിരിച്ചറിയണം. അതുപോലെ തന്നെ മൃഗങ്ങളെ തണലിൽ നിർത്തുക, ആവശ്യത്തിന് അവർക്ക് വെള്ളം കൊടുക്കുക, നമ്മെപ്പോലെ അവർക്കും പ്രയാസമുണ്ട് എന്ന് തിരിച്ചറിയുക. അതുപോലെ പക്ഷികൾക്ക് വെള്ളം അവിടെ വെക്കുക എന്നതും പ്രധാനമാണ്. പുറത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ദാഹിച്ച് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇറ്റ് വെള്ളത്തിന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ അനവധിയുണ്ട്. ആ നിയ്യത്ത് വെച്ചുകൊണ്ട് കുറച്ച് വെള്ളം പുറത്തേക്ക് എല്ലാവരും വെച്ചാൽ ഇതുപോലെയുള്ള പക്ഷികൾക്കൊക്കെ ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഒരു വലിയ പുണ്യമുള്ള കാര്യം കൂടിയാണ്. ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ആരോഗ്യ വകുപ്പിൽ നിന്നൊക്കെ ഈ സമയത്ത് കിട്ടുന്നുണ്ട്. അത് ഗൗരവപൂർവ്വം നമ്മൾ പരിഗണിക്കുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, നാം ഈ സന്ദർഭത്തിൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന്, ഇങ്ങനെയുള്ളൊരവസ്ഥ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഭരണാധികാരികൾ എന്ത് ചെയ്യും? ഒരു പാർലമെന്റ് കൂടിയിട്ട് ഇനി മഴ പെയ്യണമെന്ന് തീരുമാനിച്ചാൽ മഴ പെയ്യില്ലല്ലോ, അത് കഴിയില്ല. ഈ അവസ്ഥ ഇങ്ങനെ നീണ്ടു പോവുകയാണ് എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് മനുഷ്യന്റെ ഒരു നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള
സൂര്യനെ യഥാസ്ഥാനത്ത് നിർത്തിയവനാണ് പടച്ച തമ്പുരാൻ. ഏകദേശം 15 കോടി കിലോമീറ്ററാണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമെന്നാണ് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുള്ളത്. ആ സൂര്യന്റെ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് അതല്പം പിറകോട്ട് നിന്ന് കഴിഞ്ഞാൽ ഭൂമി തണുത്തുറഞ്ഞു പോകും, ഇവിടെ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ ആ സൂര്യൻ അല്പമൊന്ന് അടുത്തേക്ക് വന്ന് നിന്നാൽ ഇവിടെ ചുട്ടുപൊള്ളും, ഇവിടെ കത്തിച്ചാമ്പലാവും. അപ്പൊ ആ സൂര്യന്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അവിടെ നിന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അത് അവിടെ നിലനിർത്തി എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വലിയൊരു കാരുണ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ നിലക്ക് നമുക്കത് ഓർമ്മ വരില്ല. എന്നാൽ ഈ കാലാവസ്ഥയിൽ വ്യത്യാസം വരുമ്പോഴെങ്കിലും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്ത് നമ്മൾ ഓർക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പോ ആളുകൾ എന്തൊരു ചൂടാണെന്നൊക്കെ പറയും, പ്രയാസം പറയും. ഇവിടെ നമ്മളൊരു മറുവശം മനസ്സിലാക്കേണ്ടത് എന്താ? കുറെ കാലം നമുക്ക് ഇത്രയും ഒരു ചൂട് തരാതെ പടച്ചോൻ കാത്തില്ലേ, അതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ഓർക്കാൻ പറ്റണില്ല. കണ്ണ് ഉണ്ടാകുമ്പോ കണ്ണിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. കണ്ണിന് കാഴ്ച പരിമിതി വരുമ്പോഴാണ് നമ്മൾ കണ്ണിന്റെ വില അറിയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത്രയും കാലം സൂര്യന്റെ ചൂട് നമുക്ക് ഒരു മിതമായ രീതിയിൽ അള്ളാഹ് തന്നു എന്നതിന് ഇപ്പോഴെങ്കിലും നമുക്കൊരു ഓർമ്മ വേണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ എന്നാണ്. ആരാണ് അള്ളാഹു? അവൻ രാത്രിയെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കൃത്യമായി അത് സൃഷ്ടിക്കുകയും കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, അത് കൃത്യമായ ഒരു കണക്ക് പ്രകാരം ചലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നാണ്. അപ്പൊ ആ കണക്ക് പ്രകാരം അള്ളാഹ് അതിനെ ചലിപ്പിക്കുന്നു എന്നതിന് നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ നമ്മൾ തൊട്ടറിയണം. വശംസ വൽ ഖമറ വന്നുജൂമ മുസഖറാത്തിൻ ബിഅംരി, സൂര്യനും അതുപോലെ തന്നെ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ മുസഖറാത്തിൻ ബിഅംരി, കൽപ്പനക്ക് വിധേയമാക്കപ്പെട്ട നിലയിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ അല്ലാഹു നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അള്ളാഹ് അതിനൊക്കെ ഒരു വ്യവസ്ഥ വെച്ചതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്. അതിൽ ചെറിയൊരു ഏറ്റവ്യത്യാസം വരുമ്പോഴേക്കും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രയാണ് എന്ന് നമുക്ക് ഈ സമയത്തെങ്കിലും ഓർമ്മ വേണം. നമ്മൾ ആലോചിച്ച് നോക്കി, ഇത് ഫുള്ള് പകലാണെന്ന് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? രാത്രി ആകുന്നേ ഇല്ല, അല്ലെങ്കിൽ രാത്രി ആയിട്ട് നേരം വെളുക്കുന്നേ ഇല്ല. ആർക്കാ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ കാര്യം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ, നിങ്ങൾ ഉറ്റുനോക്കുന്നില്ലേ? ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് വെറും രാത്രിയായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്ക് ഈ പകലിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് അല്ലാഹുവിന് പുറമെ ആരാണുള്ളത്? അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ല മനുഷ്യരെ? ഖുൽ റഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ വെറും പകല് മാത്രമായിരുന്നുവെങ്കിൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബില്ലൈൽ, നിങ്ങൾക്ക് രാത്രിയെ കൊണ്ടുവന്നു തരാൻ അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് ആരാണ് മനുഷ്യരെ ഉള്ളത്? തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. വമിൻ റഹ്മത്തിൻ ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തശ്കുറൂൻ. വമിൻ റഹ്മതിഹി, ഈ പറഞ്ഞതൊക്കെ രാവും പകലും മാറി വരുന്നു എന്നത്. ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി, നിങ്ങൾക്ക് സ്വസ്ഥമായി ശാന്തമായി ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ രാത്രിയെയും പകലിനെയും അല്ലാഹു കൊണ്ടുവന്നാക്കി എന്നത് അവന്റെ അപാരമായ കാരുണ്യത്തിൽപ്പെട്ടതാകുന്നു. വലിതബ്തഗൂ മിൻ ഫദ്ലിഹി ലഅല്ലകും തശ്കുറൂൻ, അത് അവന്റെ ഫദ്ലിലും കാരുണ്യത്തിലും ഒക്കെ പെട്ട കാര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് നന്ദി ചെയ്യാത്തത് എന്നാണ് ഖുർആനിന്റെ ചോദ്യം. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത്, നമ്മൾ ശരിക്കും ആലോചിക്കണം. ഈ സൂര്യന്റെയും ചന്ദ്രന്റെയും അതുപോലെ തന്നെ ഭൂമിയുടെയൊക്കെ കിടപ്പ് നമ്മൾ ആരെ കയ്യിലുമല്ല. അത് ഇവിടുത്തെ അമേരിക്കയുടെ കയ്യിലല്ല, UN-യുടെ കയ്യിലല്ല, നമ്മുടെ പാർലമെന്റിന്റെ കയ്യിലല്ല, നമ്മുടെ ഭരണാധികാരികളുടെ കയ്യിലല്ല. ഇതൊക്കെ അള്ളാന്റെ കയ്യിലാണ്. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിലെങ്കിലും എന്ത് ചെയ്യണം? നമുക്കത് ഓർമ്മ വേണം. അതുകൊണ്ട് നശിച്ച ചൂട് എന്നൊന്നും ഒരു വിശ്വാസി പറയാൻ പാടില്ല. എന്തൊരു ചൂടാണ് എന്നൊരു പക്ഷെ നമ്മൾ പറഞ്ഞേക്കാം, അത് സ്വാഭാവികമാണ്. എന്നാൽ നശിച്ച ചൂട് എന്ന് പറയുന്നത് വിശ്വാസിക്ക് യോജിച്ചതല്ല. കാല അല്ലാഹു യസുബ്ബു ബനു ആദമ അദ്ദഹർ,
ആദമിന്റെ സന്തതികൾ കാലത്തെ കുറ്റം പറയുന്നു. എന്നാ മനസ്സിലാക്കുക, ഞാനാണ് കാലം. ബിയദിൽ ലൈലു വന്നഹാർ, ആ കാലത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം ആകുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് കാലത്തെ നിങ്ങൾ പഴിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു കാര്യം നമ്മൾ ഈ സമയത്ത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചും അതിന്റെ പിന്നിലുള്ള സൃഷ്ടാവിനെ കുറിച്ചും ചിന്തിക്കണം എന്നതാണ്. രണ്ടാമത്, അത്യുഷ്ണവും അതിശൈത്യവും ഉണ്ടാകുന്നതിന് ഭൗതികമായ പല കാരണങ്ങളും, ഇപ്പോൾ ഗ്ലോബൽ വാർമിങ്ങും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ നമ്മൾ കാരണമായി കണ്ടെത്താറുണ്ട്. എന്നാൽ അതിനപ്പുറമുള്ള ഒരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ സന്ദർഭത്തിൽ അറിയണം. എന്താണത്? അൻ നബി ഹുറൈറത അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇസ്തഖത്തിൻ നാറു ഇലാ റബ്ബിഹാ, നരകം തന്റെ രക്ഷിതാവിനോട് ആവലാതി പറഞ്ഞു. എന്താ ആവലാതി? ഫഖാലത്തു റബ്ബി, എന്റെ റബ്ബേ, അക്കല ബഅദി ബഅദ, എന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ തിന്നിരിക്കുന്നു. അതുകൊണ്ട് ഫഅദിന ലഹാ ബിനഫസൈനി നഫസിൻ ഫി ശിതാഇ വനഫസിൻ ഫി ളൈഫി. അങ്ങനെ എന്ത് ചെയ്തു? അതിന ലഹാ, അല്ലാഹു അതിന് അനുവാദം കൊടുത്തു. എന്തിന്? ബിനഫസൈനിന്, രണ്ട് നിശ്വാസങ്ങൾ എടുക്കാൻ. രണ്ട് നിശ്വാസങ്ങൾ, നരകത്തിന് രണ്ട് നിശ്വാസങ്ങൾ എടുക്കാനുള്ള അവകാശം, അനുവാദം കൊടുത്തു. നഫസിൻ ഫി ശിതാവ്, അതിലൊരു നിശ്വാസം ശൈത്യകാലത്താണ്. വനഫസിൻ ഫി ളൈഫ് ഫി സ്വൈഫ്, രണ്ടാമത്തെ നിശ്വാസം എന്ന് പറയുന്നത് ഉഷ്ണകാലത്തുമാണ്. ഫഅശദ്ദു മാ തജിദൂന ഫിൽ ഹർരി, ഈ ഉഷ്ണം എന്ന് പറയുന്നത് ആ നരകത്തിന്റെ നിശ്വാസത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. വഅശദ്ദു മാ തജിദൂന മിനസ് സംഹരീർ, അതുപോലെ തന്നെ ശൈത്യം എന്ന് പറയുന്നതും ആ നരകത്തിന്റെ ആ നിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാണ്. വേറെ ഹദീസിൽ പറഞ്ഞു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, ഈ ചൂട്, കഠിനമായ ചൂട് എന്ന് പറയുന്നത് നരകത്തിന്റെ ആവിയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? ഈ അത്യുഷ്ണം എന്ന് പറയുന്നതും നരകത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് നരകം വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നതാണത്രേ ഈ അത്യുഷ്ണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിശൈത്യവും അങ്ങനെ തന്നെയാണ്. ഇത് നരകത്തിൽ രണ്ടുണ്ട്. അവിടെ അതിശൈത്യമുള്ള വെള്ളവും അത്യുഷ്ണമായ വെള്ളവുമാണ് നമുക്ക് മനുഷ്യന്മാർക്ക് കുടിക്കാൻ തരിക. ഇത് രണ്ടും കുടിക്കാൻ കഴിയില്ല. ഭയങ്കര തണുപ്പുള്ള ഒരു സാധനം നമുക്ക് കുടിക്കാൻ കഴിയില്ല, വായിലേക്ക് ഒഴിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ അത്യുഷ്ണമായ സാധനം കുടിക്കാൻ, രണ്ടും മിതമായ അവസ്ഥയിലെ കഴിക്കാൻ കഴിയുള്ളൂ. എന്നാൽ നരകം എന്ന് പറയുന്നത് അത്യുഷ്ണവും അതിശൈത്യവുമാണ്. അത് രണ്ടും നരകം വിശ്വസിക്കുമ്പോഴാണ് അത്രേ ഭൂമിയിൽ അതിശൈത്യവും അത്യുഷ്ണവും ഉണ്ടാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ, ആ നരകത്തെ നമുക്ക് ഓർക്കാൻ കഴിയണം. ഈ നരകത്തെ നമുക്ക് ഓർക്കാൻ കഴിയണം. കാരണം എന്താ അറിയോ? ഇത്ര ചൂട് നമുക്ക് സഹിക്കാൻ കഴിയണില്ലെങ്കിൽ ഇനി നാളെ നരകാഗ്നിയിൽ കത്തുന്ന തീനെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താ? ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്താലും, ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, ഇതിന്റെ സൃഷ്ടിജാലങ്ങളെ കുറിച്ച്, ഇതിന്റെ പിന്നിലുള്ള സൃഷ്ടാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്താലും ആ അള്ളാഹുവിനെ കുറ്റം പറയുകയും ആ അള്ളാഹു ഇല്ല എന്ന് വാദിക്കുകയും അതിന്റെ ഒക്കെ മേലെ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്ന നിഷേധികളായ ആളുകളുണ്ടല്ലോ, അവർ ആ നരകാഗ്നിയിൽ കരിച്ചു കളയുക തന്നെ ചെയ്യും. അവരുടെ തൊലി കത്തി എരിഞ്ഞങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവർക്ക് വീണ്ടും അല്ലാഹു തൊലി കൊടുക്കും. ഈ ലോകവും പരലോകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ലോകത്ത് നമ്മുടെ തൊലി കത്തിയാൽ അത് കരിഞ്ഞു പോയി നമ്മൾ മരണപ്പെട്ടു പോകും, പിന്നെ നമുക്ക് വേദന ഉണ്ടാവില്ല. നരകത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു തൊലി കത്തിയാൽ അടുത്ത തൊലി അള്ളാഹു തരും. അങ്ങനെ തൊലി കത്തിക്കൊണ്ടേയിരിക്കും. തൊലിയിലാണ് നമുക്ക് വേദന ഉണ്ടാവുക. അതുകൊണ്ട് അതിന് അവസാനം ഉണ്ടാവുകയില്ല. ശിക്ഷ നിങ്ങൾ ആസ്വദിപ്പിക്കാൻ തന്നെയാണത്. നിങ്ങളുടെ ആ ശിക്ഷയുടെ ഗൗരവം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ തന്നെയാണ്. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ, നിശ്ചയമായും അല്ലാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നുവെന്നാണ്. വേറെ ആയത്തിൽ പറഞ്ഞു, ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിൻ
യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം ലഹമീം. ആ സത്യനിഷേധികളായ ആളുകൾക്ക് ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, നരകത്തിൽ നിന്ന് മുറിച്ചെടുത്ത വസ്ത്രം അവർക്ക് അണിയിച്ചു കൊടുക്കും. നരകത്തിൽ നിന്നുള്ള വസ്ത്രമാണ് അവർക്ക് അണിയിക്കാൻ കൊടുക്കുക. മാത്രവുമല്ല യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം ഹമീം, അവരുടെ തലക്ക് മുകളിലൂടെ തിളക്കുന്ന വെള്ളം ഒഴിക്കുകയും ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യും. യുസ്ഹറു ബിഹി, അങ്ങനെ ഉരുക്കപ്പെടും. മാ ഫീ ബുതൂനിഹിം, അവരുടെ വയറിനുള്ളിലുള്ളത്. വൽ ജുലൂദ്, അവരുടെ തൊലിയും വയറിനുള്ളിലുള്ള കുടൽമാലകളുമൊക്കെ ഉരുക്കപ്പെടുന്ന, യുസ്ഹറു ബിഹി, ഉരുക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. തിളച്ച വെള്ളം അവരുടെ തലക്ക് മുകളിലൂടെ ഒഴുക്കുകയും ചെയ്യുമെന്നാണ്. സഹോദരങ്ങളെ, ഇത് നരകാഗ്നിയിലുള്ള അവസ്ഥയാണ്. വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ്, മുജ്രിമീങ്ങളായ കുറ്റവാളികളായ ആളുകളെ നിനക്ക് അവിടെ നാളെ കാണാം. എങ്ങനെ? അവർ ചങ്ങലകളിൽ ബന്ധിതരായിരിക്കും. സറാബീലുഹും മിൻ ഖത്റാൻ, അവർക്കുള്ള വസ്ത്രങ്ങൾ ടാറിൽ നിന്നുള്ളതായിരിക്കും, ചുട്ടുപഴുത്ത ടാറുകൾ ഉള്ളതായിരിക്കും. വതഗ്ശാ വുജൂഹുഹുമുൻ നാർ, അവരുടെ മുഖമാകട്ടെ നരകം കൊണ്ട്, തീ കൊണ്ട് അത് മൂടപ്പെടുകയും ചെയ്യുമെന്നാണ്. തൽഫഹു വുജൂഹുഹുമുൻ നാർ, അവർക്ക് അവരുടെ മുഖങ്ങൾ തീ കൊണ്ട് കരിച്ചു കളയും. വഹും ഫീഹാ കാലിഹൂൻ, അപ്പോഴാകട്ടെ അവർ പല്ലളിച്ചവരായി വരും. മുഖത്തുള്ള മാംസവും തൊലിയുമൊക്കെ കത്തിക്കരിഞ്ഞു പോകുമ്പോ ഒരു മസ്തികൂടമായി മനുഷ്യന്മാർ നിൽക്കുമെന്നാണ്. ആലോചിച്ച് നോക്കൂ, ഒരാൾ നമ്മെ വെട്ടാൻ വരികയാണെങ്കിൽ, കുത്താൻ വരികയാണ് എങ്കിൽ മനുഷ്യന് മുഖത്ത് ഒരാക്രമണം ഏൽക്കുന്നത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ മുഖം പൊത്തും, മുഖം താഴേക്ക് പിടിക്കും, അല്ലേ? വേറെ എവിടെ തട്ടിയാലും കുഴപ്പമില്ല. മുഖത്ത് ആക്രമണം ഏൽക്കുക എന്ന് സഹിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ നരകത്തിൽ മുഖം കത്തുമെന്നാണ്. മുഖം കത്തിക്കൊണ്ട് അവർ പല്ലളിച്ചവരായി വരും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ ഒരു വേനൽക്കാലത്തിന്റെ ചൂട് നമ്മൾ അനുഭവിക്കുമ്പോൾ ഇതിലും വലിയൊരു ചൂട്, സഹിക്കാൻ കഴിയാത്തൊരു ചൂട് നമ്മൾ അനുഭവിക്കും. അതാണ് ആ നരകം എന്നുള്ള നരകത്തെ പറ്റിയൊരു ഓർമ്മ നമുക്ക് നന്നായിട്ട് വേണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല ചൂടാണ്, നല്ല വെയിലാണ്. അപ്പൊ ആളുകളൊക്കെ തണല് തേടി ഓടിപ്പോയി തണലിന്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കണം. അപ്പൊ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ആലോചിക്കണം, കരയാണ്. പടച്ചോനെ, ഈ ഈ ചൂട് മനുഷ്യന്മാരായ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ, എന്തായിരിക്കും അപ്പൊ നരകത്തിലെ ചൂടിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞുവെന്നാണ്. ഒന്നും വേണ്ട, ഇപ്പൊ നമ്മൾ ഈ ജുമുഅ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഏകദേശം ചില ആളുകളൊക്കെ വണ്ടിയിലും കാറിലും ഒക്കെ ആയിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ആ വണ്ടിയിൽ നിങ്ങൾ രണ്ടാമതൊന്ന് കയറി നോക്കൂ, അതിനുള്ളിലുള്ള ചൂട് നമുക്ക് സഹിക്കാൻ കഴിയും. അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഗ്ലാസ് താഴ്ത്തി AC ഇട്ട് വണ്ടി മൂവ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടുന്നത്. പക്ഷെ ആ വണ്ടിയുടെ ഗ്ലാസ് താഴുന്നില്ല എന്ന് കരുതൂ, AC ഓൺ ആകുന്നില്ല എന്ന് കരുതൂ, അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന് കരുതൂ. അത് മാത്രം ആലോചിച്ചാൽ മതി. ഒരുപക്ഷെ നമുക്ക് ഗ്ലാസ് തല്ലിപ്പൊളിച്ച് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ നരകത്തിൽ മനുഷ്യന് കഴിയില്ല. അവരതിൽ കടന്നെരിഞ്ഞുകൊണ്ടേയിരിക്കും. അവർ ഒരിക്കലും തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിൽ നിന്ന് വായുവാകാൻ, അദൃശ്യരാകാൻ അവരെ കൊണ്ട് കഴിയില്ല. അവിടെ ജീവിതവുമില്ല, അവർക്കവിടെ മരണവുമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മളിപ്പോ ഈ ചൂടിന് രക്ഷപ്പെടാൻ AC വാങ്ങും, അല്ലേ? പക്ഷെ ACയും കിട്ടാത്തൊരവസ്ഥയാണ്. 10, 50, 60, 70 പിന്നെ ബുക്കിങ്ങുകളാണ് പല കടകളിലും ഉള്ളത്. അത് ഫിറ്റ് ചെയ്യാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. അതിപ്പോ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ലോഡ് ഷെഡിങ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി. കാരണം എല്ലാം കരണ്ടിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. 10 മിനിറ്റ് ഫാൻ തിരിയാതെ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എത്രയാണ്. അപ്പൊ നാളെ നരകാഗ്നിയിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ എന്ന് നമ്മൾ നല്ലോണം ആലോചിക്കണം. അള്ളാഹുവിന്റെ തണലല്ലാതെ വേറെ ഒരു തണലും നാളെ പരലോകത്ത് കിട്ടില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ തണല് പടച്ചോൻ തരാന്ന് പറയുന്നുണ്ട്. ഞാനിത് പറയുന്നത് ഈ ചൂടത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത ആ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാന്റെ തണല് മാത്രം രക്ഷയാകുന്ന സമയത്ത് ആ തണല് കിട്ടുന്ന ചില വിഭാഗങ്ങൾ അള്ളാഹു പറയുന്നു. അത് ഞാനൊന്നിങ്ങനെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, ഞാനതിൽ ഉണ്ടാവുമോ?
ഇല്ലെങ്കിൽ ഇതുണ്ടാകാൻ നമ്മൾ പോയിട്ടുണ്ട്. ഈ ചൂടും വേവും ഒക്കെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാന്റെ തണൽ നാളെ പരലോകത്ത് കിട്ടുന്ന വിഭാഗത്തിൽ ഞാനുണ്ടോ എന്ന് ചിന്തിക്കാനായിരിക്കണം. عن أبي هريرة رضي الله عن النبي صلى الله عليه وسلم قال سبعة يظلهم الله تعالى في ظله يوم لا ظل إلا ظله. ഒരു തണലുമില്ലാത്ത അള്ളാഹുവിന്റെ തണല് മാത്രം ലഭ്യമാകുന്ന ആ പരലോകത്ത് 7 വിഭാഗത്തിന് അള്ളാഹു പ്രത്യേക തണലിട്ട് കൊടുക്കും. ആ തണൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററുകൾ യാത്ര ചെയ്താലും തീരാത്ത അത്ര വലിയ തണലായിരിക്കും. എത്രയാണ്? ആർക്കാണത്? യൗമല ഇമാമുൻ അദിലുൻ. ഒന്നാമത്തെ ആളതാണ് ഇമാമുൻ അദിലുൻ, നീതിമാനായ ഭരണകർത്താവ്. ഈ സമയത്തൊക്കെ ഭരണകർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തന്റെ ഭരണാധിപത്യത്തിൽ നീതിയുക്തം കാര്യങ്ങൾ നിർവഹിക്കുകയാണ് എങ്കിൽ അതിന്റെ പേരിൽ നാളെ തണൽ കിട്ടുമെന്നാണ്. 2 വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്നു വന്ന യുവാവ്. പ്രത്യേകം പറഞ്ഞു, യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന് ഇബാദത്ത് എടുത്തുകൊണ്ട് വളർന്നു വന്ന യുവാവിന് നാളെ അള്ളാഹുവിന്റെ തണല് കിട്ടും. പക്ഷെ നമുക്കൊഴിവുണ്ടോ? നമ്മളെന്താ പറയാ, പള്ളി വിവാദത്തും പരിപാടിയൊക്കെ കുറച്ചും കഴിഞ്ഞോട്ട് ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കിലാണെന്നുള്ളത് അല്ലെ. എല്ലാവർക്കും യുവാക്കളെയാണ് ആവശ്യം. രാഷ്ട്രീയ പാർട്ടികൾക്കാകട്ടെ, കുടുംബത്തിനാകട്ടെ, സന്നദ്ധ സംഘടനകൾക്കാകട്ടെ, ക്ലബുകൾക്കാകട്ടെ, സ്ഥാപനങ്ങൾക്കാകട്ടെ, എല്ലാവർക്കും യുവാക്കളെയാണ് ആവശ്യം. എന്നാൽ ആ യുവത്വമാകുന്ന ആ കാലഘട്ടത്തെ അള്ളാഹുവിന് കൂടി കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ അതിന്റെ പേരിൽ നമുക്ക് നാളെ തണല് കിട്ടുമെന്നാണ്. പിന്നെ പറഞ്ഞതാരാ? ഒരു മനുഷ്യൻ പള്ളിയുമായി അദ്ദേഹത്തെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു പശുവിനെ നമ്മൾ ഒരു കുറ്റിയിൽ കെട്ടിയിട്ട് നീളമുള്ള കയറിനെ ആക്കി കഴിഞ്ഞാൽ ആ പശു എത്ര പോയാലും ആ കയറിന്റെ നീളത്തിലേ അവിടുന്ന് പോകുള്ളൂ, തിരിച്ചും ഘടന വരും. ഇതേപോലെ പള്ളി ഈ വിശ്വാസിയുടെ ഒരു കുറ്റിയായിരിക്കും. ആ പള്ളിയുമായി അവൻ എപ്പോഴും ബന്ധമുണ്ടായി. പള്ളിയിൽ നിന്ന് പോയാൽ അടുത്ത വക്തിന് ഇങ്ങട്ടൻ, തിരിച്ചങ്ങട്ടൻ. അങ്ങനെ കൂടുതൽ സമയം പള്ളിയുമായി ഇടപഴകുന്ന ആളുകൾ അവർക്ക് നാളെ തണല് കിട്ടും. പിന്നെയോ 2 വ്യക്തികൾ അവർ അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിന്റെ പേരിൽ തന്നെ അവർക്ക് ഭിന്നിക്കേണ്ടിയും വന്നു. അഥവാ ഇഷ്ടമെന്ന് പറയുന്നത് സമ്പത്തിന്റെ പേരിലോ മറ്റ് ഭൗതിക കാര്യത്തിലോ അല്ല, അള്ളാന്റെ പേരിൽ നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അത്തരം ആളുകൾക്കും നാളെ തണലുണ്ട്. പിന്നെയോ ഒരു യുവാവിനെ, ഒരു മനുഷ്യനെ, ഒരു പെണ്ണ്, നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ് വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ആര്? ആണ് പെണ്ണിനെ അല്ല, പെണ്ണ് ആണിനെ ക്ഷണിക്കുന്നു. അതും നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ്, ആരും കാണുന്നില്ല. പക്ഷെ ആ സമയത്ത് ആ യുവാവ് പറയുന്നത് ആര് കാണുന്നില്ലെങ്കിലും അല്ല കാണുന്നുണ്ട്, പടച്ച തമ്പുരാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറിയവൻ അവന് നാളെ പരലോകത്ത് ആ തണല് കിട്ടുമെന്നാണ്. പക്ഷെ ഇന്ന് ഈ തണലിന്റെ ചൂടിന്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാർ ചെയ്യുന്നത് എന്താ? ഭയങ്കര ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല, ഒന്നിനും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാരും ഓൺലൈനിലേക്ക് വന്നിരിക്കുക. എന്താ ഓൺലൈനിൽ കാണുന്നത്? ഈ വൃത്തികെട്ട ചിത്രങ്ങൾ, വിവസ്ത്രരായ സ്ത്രീകൾ ഡാൻസ് ചെയ്യുന്നത്, അതുപോലുള്ള അനാശാസ്യങ്ങൾ, അശ്ലീല വീഡിയോകൾ, ഇത് കണ്ട് അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആളുകൾ. ഒഴിവ് സമയം കിട്ടിയാൽ ഓൺലൈനിലേക്ക് പോയി ഇത് കണ്ടുകൊണ്ടിരിക്കുക. എവിടെ? സ്വന്തം വീട്ടില്, സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ, സ്വന്തം മക്കളുടെ മുമ്പിൽ അല്ലേ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നാ അവിടെ പറഞ്ഞാൽ എന്താ? ഒരു പെണ്ണ് വന്ന് വിളിച്ചിട്ട് അപ്പൊ ആര് കണ്ടില്ലെങ്കിലും അള്ള എന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മയോടുകൂടി അതിൽ നിന്ന് തിരിച്ചു പോകുന്നവൻ. അപ്പൊ സുഹൃത്തുക്കളെ ചിന്തിക്കുക, അള്ളാഹു ഹറാമാക്കിയ സംഗതികൾ നോക്കാനും കാണാനും ചെയ്യാനും പോകാതിരിക്കുക. അവർക്ക് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ആ തണല് കിട്ടുമെന്നാണ്. പിന്നെ പറഞ്ഞതാരാ? അള്ളാഹുവിന്റെ മാർഗത്തില് സമ്പത്ത് സ്വതക്ക ചെയ്യുക. അവൻ അള്ളാഹിനെ മാത്രം ആണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ അത്ര രഹസ്യമായി അള്ളാഹിന്റെ മാർഗത്തിൽ ദാനം കൊടുക്കുക. ഇത്തരം ആളുകൾക്കും നാളെ തണല് കിട്ടുമെന്ന്. അപ്പൊ നമ്മൾ പറയുന്നുണ്ട്, 12 മണിയുടെയും 3 മണിയുടെയും ഇടയിൽ
വലിയ തൊഴിലൊന്നും എടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയണ്ടേ, നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ കഠിനമായ വെയിലത്ത് പണിയെടുത്ത് കുടുംബം പുലർത്തുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ ഉപദേശം സ്വീകരിച്ച് വീട്ടിലിരുന്നാൽ അവരെ കുട്ടികൾ എന്ത് ചെയ്യും? അപ്പൊ അവരുടെ പ്രയാസം മനസ്സിലാക്കി അവരെ കൂടി ചേർത്ത് പിടിക്കാൻ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ കുടുംബത്തിലും നമ്മുടെ അയൽപ്പക്കത്തും നമുക്കറിയാൻ ആരൊക്കെയാണ് വലിയ ബുദ്ധിമുട്ടുള്ള ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് തൊഴിലിന് പോകാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ അവർക്ക് വീട്ടിൽ അരി വാങ്ങാനും അവരുടെ കുട്ടികളുടെ പ്രയാസങ്ങളും അതൊക്കെ കണ്ടറിഞ്ഞ് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നാളെ തണല് കിട്ടാൻ നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാനം പറഞ്ഞതാരാ? ഒരു മനുഷ്യൻ ഒറ്റക്കിരുന്ന് ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നു, ഓർത്ത് ഈ നരകത്തെ കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ കണ്ണിലൂടെ വെള്ളം വരുന്നു. പടച്ചോനെ, ഈ ചൂടും ഈ പ്രയാസവും ഇതൊക്കെ ഞങ്ങൾ തരണം ചെയ്താലും തരണം ചെയ്യാൻ കഴിയാത്തൊരു നാളുണ്ടല്ലോ, അവിടെ ഞാൻ രക്ഷപ്പെടില്ലേ? എന്റെ തിന്മകൾ നീ മായ്ച്ചു തരില്ലേ എന്നാലോചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഏകാന്തനായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് നാളെ പടച്ചോൻ തണലിട്ട് കൊടുക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ചൂട് കാലത്ത് എന്തൊരു ചൂട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് പകരം ഈ ചൂടിലും വലിയൊരു ചൂട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൂടുതൽ ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിതത്തെ സമീപിക്കാൻ, ഹറാമുകളിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ ഈ ഘട്ടത്തിൽ നമുക്ക് കഴിയണം. അങ്ങനെയായിരിക്കണം യഥാർത്ഥ വിശ്വാസികൾ, അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനീകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ചൂടുകാലത്ത് പൊതുവെ ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനും ഈ ചൂടിനെ ഒരു കാരണമായി പറയാറുണ്ട്. അത് ശരിയല്ല. കാലാവസ്ഥ ഒന്നുകിൽ മഴയായിരിക്കും, അല്ലെങ്കിൽ ചൂടായിരിക്കും, എന്തെങ്കിലും ഒന്നായിരിക്കും. ആ കാരണവും പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും തന്നെ നമ്മൾ ചെയ്യാതിരിക്കാൻ പാടില്ല. അതിന് സമയത്തിൽ ക്രമീകരണം വരുത്താം, അത് ആ നിലക്കുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരുത്താം. പക്ഷെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. അത് നമ്മളൊരു ജോലി ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ അവിടെ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ഈ സന്ദർഭങ്ങളൊക്കെ പരിഗണിക്കണമെന്ന് മാത്രം. അതേപോലെ തന്നെ ഒരു പ്രബോധകൻ എന്ന നിലക്ക് ഈ സമയത്ത് ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ ഇടപെടണം. അതല്ലാതെ ഇപ്പൊ ഭയങ്കര ചൂടാണ്, ഇപ്പൊ ഭയങ്കര മഴയാണ്, ഇപ്പൊ ഭയങ്കര വെയിലാണ്, ഇപ്പൊ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞ് എല്ലാതും നെഗറ്റീവ് പറഞ്ഞ ഒരു മൂലക്ക് ഇരിക്കേണ്ടവനല്ല യഥാർത്ഥത്തിൽ വിശ്വാസി എന്ന് പറയുന്നത്. കാരണം എന്താ അറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വലിയ യുദ്ധങ്ങളൊക്കെ നടന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ അത് കൊടും ചൂടുള്ള സമയത്തായി. കൊടും ചൂടുള്ള സമയത്താണ് ആ പ്രധാനപ്പെട്ട യുദ്ധങ്ങളൊക്കെ നടന്നത്. അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിലേക്ക് വേണ്ടി വിശ്വാസികളൊക്കെ ഇറങ്ങിത്തിരിക്കും. എന്നാൽ മനസ്സിൽ നിഫാഖുള്ള ചില ആളുകൾ അതിന് പോകാതെ ഇരിക്കും. അവരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. നോക്കിങ്ങൾ, ഫരിഹൽ മുഖല്ലഫൂന ബിമഖ്അദിഹിം ഖിലാഫ റസൂലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിറകിലായിക്കൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരിക്കുന്ന ആളുകൾ അതിൽ സന്തോഷം പൂണ്ടിരിക്കുകയാണ്. അവരാ ഇരിക്കുന്നതിൽ അവർ സന്തോഷം പൂണ്ടിരിക്കുകയാണ്. വകരിഹു, അവർ വെറുക്കുകയും ചെയ്യുന്നു. അയ്യുജാഹിദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സ്വത്തുകൊണ്ടും ജിഹാദ് ചെയ്യുന്നതിൽ അവർ വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇനി ന്യായം പറയണത് എന്താ പറയുക, അവര് വഖാലു, അവർ പറയുന്നു, ലാ തൻഫിറൂ ഫിൽ ഹല്ലി. ഭയങ്കര ചൂടാണ്, ഈ ചൂടത്ത് നിങ്ങളാരും പോണ്ട, ഈ ചൂടത്ത് നിങ്ങളാരും യുദ്ധത്തിനൊന്നും പോണ്ട എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കുൽ, പറഞ്ഞു കൊടുക്കുക അത്തരം ആളുകൾക്ക് എന്ത്, നാറു ജഹന്നമ അശദ്ദു ഹർറൻ ലൗ കാനൂ യഫ്ഖഹൂൻ. ഈ ചൂടിനേക്കാളും എത്രയോ കാഠിന്യമേറിയതാണ് നരകത്തിൽ കത്തുന്ന തീ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ ചൂടിനേക്കാളും വലിയ ചൂടാണ് നമുക്ക് നാളെ നരകത്തിൽ അനുഭവിക്കാനുള്ളത്. അതിന്ന് രക്ഷ കിട്ടാനുള്ള പണി ഇവിടെ നമ്മൾ ഇബാദത്തുകൾ എടുക്കണം. അതോടൊപ്പം ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ, ആ രംഗത്ത് അനുഭവിക്കേണ്ട പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, യുദ്ധം വരെ ചെയ്യണമെന്ന് പറയുമ്പോൾ അത്രയുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്കില്ലല്ലോ. അപ്പൊ കുറച്ചൊക്കെ പ്രയാസം
ദീനീ മാർഗത്തിനു വേണ്ടിയും ഈ ഘട്ടത്തിൽ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ കുട്ടികൾ അവർ വെറുതെ ഓൺലൈനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള കുട്ടിയാവൂല 2 മാസം കഴിഞ്ഞ് ജൂൺ മാസം ആകുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടാം. അപ്പോൾ നമുക്കറിയാത്ത പല സൈറ്റുകളിലും പോയി പല ലോകത്തും വിഹരിച്ച് അവൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോകും. അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇവർക്കൊക്കെ ഇപ്പോൾ അവധിക്കാല ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ ചൂടിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെ വളരെ നേരത്തെ പിരിച്ചുവിടുന്ന രീതിയിലൊക്കെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അത്തരം ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ ഈ ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം. കാരണം ഈ പ്രയാസം, ഈ ഒരു ചൂടും പ്രയാസവും നമ്മുടെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, ജീവജാലങ്ങൾക്ക് പ്രയാസമുണ്ട്, പ്രായമുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്, ചെറിയ കുട്ടികൾക്ക് പ്രയാസമുണ്ട്, അതുപോലെ തന്നെ ശ്വാസം മുട്ട് പോലെയുള്ള അനുഭവിക്കുന്ന രോഗികൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഈ ചൂട് കുറയാനും നമുക്ക് മഴ കിട്ടുവാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്കതിനുള്ള എല്ലാ വഴികളും തുറന്ന് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വേനലിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രോഗികൾക്കൊക്കെ സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും വേഗം അള്ളാഹു നമുക്ക് മഴ വർഷിപ്പിക്കുമാറാകട്ടെ. ഈ വേനൽ ചൂടിനെ പ്രയാസങ്ങൾ നീക്കിത്തരുന്നതിന് വേണ്ടി അള്ളാഹു നമ്മളിൽ എത്രയും വേഗം മഴ വർഷിപ്പിക്കുമാറാകട്ടെ. നമുക്ക് കുടിക്കാനും കുളിക്കാനും ജീവജാലങ്ങൾക്കുമൊക്കെ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കുമാറാകട്ടെ. ഈ കൊടും ചൂടിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ നീക്കിത്തരുമാറാകട്ടെ.